ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം നല്ല ടെൻഡർ ആയിട്ടുള്ള മട്ടനാണ് കേട്ടോ. ഇങ്ങനെ ടെൻഡർ മട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിക്കണം. 1 കിലോഗ്രാം മട്ടനിലേക്ക് ഞാൻ 1 കിലോഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇനം ബസ്മതി റൈസ് തന്നെ നോക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതന്നെ ആവണമെന്നില്ല, ഏത് നല്ല ബ്രാൻഡായാലും ഉപയോഗിച്ചാൽ മതി. ഇത് നമുക്ക് 2-3 വട്ടം നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിതാ ഇവിടെ വെള്ളം 2-3 വട്ടം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 5 സവാള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. 5 സവാള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും 5 സവാള നമുക്ക് നമ്മളെ മട്ടൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടും എടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് യൂസ് ചെയ്താലും മതി. ഒരുണ്ട ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാനാണ്. ഒരുണ്ട വെളുത്തുള്ളി. ഇതിനോടൊപ്പം തന്നെ ഒരു 12 പച്ചമുളക് എടുക്കാം. ഇത് 3ഉം കൂടെ നമുക്ക് നല്ലതുപോലെ ചതച്ച് കൊണ്ടുവരാം. പിന്നീട് വേണ്ടത് 3 തക്കാളിയാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് നമുക്കൊരു ക്യാരറ്റ്. ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനതാ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോഗ്രാം മട്ടനിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരുപാടാവണ്ട, 1/4 ടീസ്പൂണ് മതി. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 1.5 ടീസ്പൂണ് കാശ്മീരി പൗഡറാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ മട്ടൻ വേവിക്കുന്നതും മസാല തയ്യാറാക്കുന്നതെല്ലാം ഒരു കുക്കറിലാണ്. അപ്പോൾ ഞാൻ ഈ കുക്കറിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വരട്ടെ. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 5 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. അത് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റാൻ പോവുകയാണ്. നമുക്ക് സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് മതി, നമുക്കിത് കോരി മാറ്റാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. നമ്മളിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ സെയിം ഓയിലാണ് നമ്മൾ കുക്കറിൽ നേരത്തെ ഉപയോഗിച്ച സെയിം ഓയിലോട്ട് തന്നെ നമുക്ക് 25 ഗ്രാം കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലോട്ട് 25 ഗ്രാം റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട ഉടനെ തന്നെ അത് വീർത്ത് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ചൂട് ആയിട്ടുണ്ട്, ഞാൻ കോരി എടുക്കാൻ പോവുകയാണ്. ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സെയിം കുക്കർ, സെയിം ഓയിൽ, അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ 5 സവാള സെപ്പറേറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യത്തെ 5 സവാള ഫ്രൈ ചെയ്ത് മാറ്റി. അത് കൂടാണ്ട് 5 സവാളയും കൂടി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 സവാള നമ്മൾ മട്ടൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുക്കാം.
ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതായത് ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റായി വരിക, ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട. ആ സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മളെ സവാള ഇതാ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, ഇനി ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർന്ന് മിക്സ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കേണ്ട, കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി 3 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് തന്നെ വിസിലില്ലാണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്യാം. തക്കാളി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മട്ടൻ നമ്മൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വരുന്ന വരെ നമുക്ക് വേവിച്ച് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഇവിടെ നിന്ന് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ലിറ്റർ വെള്ളമാണ് കേട്ടോ. 1 കിലോ റൈസിനാണ് ഞാനിവിടെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ ബിരിയാണി റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് 1 ബേ ലീഫ്, 3 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട ഉണ്ടെങ്കിൽ പട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് ഷാജീരകം അഥവാ കാരവ സീഡ്സ് എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം, ഫെനൽ സീഡ്സ്. നമ്മൾ ലെമൺ ഇതുപോലെ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ റൈസിന് നല്ല വെള്ള കളർ കിട്ടാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം കൂട്ടിയിടുകയാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം തിളച്ചാൽ മതി. 80% നമുക്കിതൊന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അരി ഞാൻ ടൈം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അരിയുടെ വേവ് ചെക്ക് ചെയ്യണം. എനിക്കിവിടെ 3 മിനിറ്റ് ടൈമാണ് കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ അരി ഇവിടെ 80% കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ് ചോറ് വാർത്തെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നമ്മൾ മട്ടൻ വേവിച്ച് കുക്കർ ഓപ്പൺ ചെയ്യാം. ഈ കുക്കറിൽ തന്നെ നമുക്ക് ദം ചെയ്ത് എടുക്കാം. നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് മട്ടൺ, സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം.
അടുത്തായിട്ട് നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ബാക്കി ഞാൻ ഒരു പിടിയാണ് നമ്മൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ റൈസ് വെന്തതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി പുതിനയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണേ. ഞാനിപ്പോൾ വിസിലിട്ടിട്ടില്ല. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം മാത്രമേ വിസിലിടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്കറിൽ ആവി വരുന്നുണ്ട്. ഞാനിനി ഫ്ലെയിം ലോയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുക്കറിൻ്റെ വിസിലും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരമാണ് കുക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഞാൻ ആവി കയറ്റി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ദം ചെയ്തത് ഒരു വലിയൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു തരി ഞാൻ മുകളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ആ പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ ദം ബിരിയാണിയുടെ റെസിപ്പി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.